നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്യുന്ന സന്തോഷത്തിന് സദ്വാർത്തയുടെ 78ാം പരമ്പരയിലേക്ക് സ്നേഹപൂർവ്വം ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും സ്വാഗതം. ദീർഘമായ പരിശുദ്ധ 50 നോമ്പിൻ്റെ പ്രായശ്ചിത്തവും വർജനയും നോമ്പും ഉപവാസവും എല്ലാം പര്യവസാനിച്ച് സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും തിരുനാളായ ഉയർപ്പിലേക്ക് നാം എത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ പീഡാനുഭവം കുരിശിൽ അവസാനിക്കുന്നതല്ല, ഉത്ഥാനത്തിൽ അവസാനിക്കുന്നതാണ്. ഉത്ഥാനത്തിൻ്റെതായ പ്രത്യാശ, സന്തോഷം, അതിലധിഷ്ഠിതമാണ് ക്രിസ്തീയ കൂട്ടായ്മ. കർത്താവ് കല്ലറ വിട്ട് ഉദ്ധാനം ചെയ്തുവെന്നും അത് സഭയുടെ വിശ്വാസസത്യമാണ് എന്നും ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സുദിനമാണ് ഉയർപ്പ് തിരുനാൾ. യേശു ഉദ്ധാനം ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണെന്നും നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണെന്നും പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയുന്നു. യേശു ഉദ്ധാനം ചെയ്തില്ല എങ്കിൽ ക്രിസ്തീയ വിശ്വാസികളുടെ വിശ്വാസത്തിന് പോലും അർത്ഥമില്ല. കുരിശിലും കല്ലറയിലും അവസാനിക്കുന്ന ഒരു മത നേതാവിൻ്റെ സഭയല്ല ക്രിസ്തീയ കൂട്ടായ്മ. മറിച്ച് ഈ ലോകത്തിന്റെ വിധിയെ മറികടന്ന ദൈവത്തിൻ്റെ വിധിക്ക് വിധേയനായ ഒരു വ്യക്തിയുടെ നാമത്തിലുള്ള കൂട്ടായ്മയാണ് ക്രിസ്തീയ കൂട്ടായ്മ. നാം പ്രത്യേകമായും അപ്പസ്തോല നടപടി 2-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ മരത്തിൽ തൂക്കിയവനെ ദൈവം ഉയർപ്പിച്ചു എന്ന്. ലോകത്തിലുള്ള തൻ്റെ പ്രതിയോഗികൾ വിളിച്ചു പറഞ്ഞു, യഹൂദരെ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക എന്ന്. അവനെ കുരിശുമരണത്തിന് വിധേയനാക്കുക എന്ന് പറഞ്ഞ അവരുടെ വിധി അത് പീലാത്തോസ് ശരിവെച്ചു. പക്ഷെ ദൈവം അത് പൊളിച്ചെഴുതി. അതാണ് ഉദ്ധാനം. നാം കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു സത്യമാണ് എന്ന് ഈ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് സുവിശേഷങ്ങൾ 2 കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി യേശുവിൻ്റെ ശൂന്യമായ കല്ലറ. രണ്ടാമത്തേത് ഉദ്ധിതനായ യേശു പല സ്ഥലങ്ങളിൽ പല വ്യക്തികൾക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ശൂന്യമായ കല്ലറയും കർത്താവിൻ്റെ പ്രത്യക്ഷപ്പെടലുകളും അവിടുത്തെ ഉയർപ്പിനെ സാധൂകരിക്കുന്ന വസ്തുതകളാണ്. ഇന്നത്തെ ശുശ്രൂഷകളിലും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലും ഇപ്രകാരമുള്ള കർത്താവിൻ്റെ ശൂന്യമായ കല്ലറയും കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന സംഭവമൊക്കെയാണ് നാം വായിച്ചു കേൾക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്കുള്ള ഇന്നത്തെ വേദഭാഗ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനഭാഗമാണ്. അവിടെ കർത്താവിന് ശൂന്യമായ കല്ലറയെ കുറിച്ചാണ് പറയുക. ഇപ്പോൾ നാം പരിചിതനം ചെയ്യുന്ന ഈ സുവിശേഷ ഭാഗത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നാം കടന്ന് ചിന്തിക്കുമ്പോൾ, ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വേദഭാഗം ആരംഭിക്കുക. ആഴ്ചയുടെ 1-ാം ദിവസം എന്ന പരാമർശം യഹൂദ പാരമ്പര്യമനുസരിച്ച് സാബത്ത് കഴിഞ്ഞുള്ള 1-ാം ദിവസമാണ്. ശനിയാഴ്ച സാബത്താണ് എങ്കിൽ ഞായറാഴ്ച 1-ാം ദിവസമാണ്. അതുകൊണ്ടാണ് ഉയർപ്പ് ഞായർ പ്രഭാതത്തിൽ നാം പ്രത്യേകമായിട്ടും ഇത് മനസ്സിലാക്കുക. മറിയം മഗ്ദലന
കർത്താവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ പോയവളാണ്. തൻ്റെ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ ശവകുടീരത്തിൻ്റെ അടുക്കലേക്ക് സുഗന്ധ ധൂപങ്ങൾ അർപ്പിക്കുവാനായിട്ട് വരികയാണ്. അപ്പോൾ ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടതായിട്ട് അവൾ കാണുന്നു. പക്ഷേ യേശു ഉത്ഥാനം ചെയ്തു എന്നുള്ള കാര്യത്തിലുള്ള വിശ്വാസമല്ല അവൾക്കുള്ളത്. അവൾ ഓടുകയാണ് ശിമയോൻ പത്രോസിന്റെ അടുക്കിലേക്ക്, അതുപോലെ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യന്റെ അടുക്കിലേക്ക്. അവർ രണ്ടുപേരുടെയും അടുക്കിലേക്ക് ഓടിച്ചെന്ന് അവൾ വിവരമറിയിക്കുന്നു. അവൾ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അവൾ പറയുന്നു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്നും മാറ്റിയിരിക്കുന്നു. അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. കർത്താവിന് ശരീരമില്ലാത്ത ശൂന്യമായ ഒരു കല്ലറ അവൾ കാണുന്നു. പക്ഷേ അത് യേശുവിൻ്റെ ഉയർപ്പായിട്ട് അവൾ അംഗീകരിക്കുന്നില്ല. അവളുടെ മനസ്സിൽ കർത്താവിന് പ്രതിയോഗികൾ അവൻ്റെ ശരീരം എടുത്തു മാറ്റി എന്നുള്ള ചിന്തയാണ്. അവനെ എവിടെ വെച്ചിരിക്കുന്നു എന്ന് പോലും അറിയുന്നില്ല എന്ന് പറയുന്നു. അവളുടെ വാക്കുകൾ കർത്താവിന് ഉയർപ്പിലുള്ള വിശ്വാസത്തിന്റെ പിൻബലമില്ലാത്തതാണ്. പ്രതിയോഗികൾ കർത്താവിന് ശരീരം എടുത്തുകൊണ്ടുപോയി എന്നുള്ള ചിന്തയിൽ അധിഷ്ഠിതമാണ് അവളുടെ വാക്കുകൾ. പത്രോസും മറ്റേ ശിഷ്യനും കൂടി ഈ കല്ലറയിലേക്ക് ഓടുകയാണ്. അവർ തിടുക്കത്തിൽ ഓടി മുന്നോട്ട് പോകുമ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനെ മറികടന്നോടിയെന്ന് ഈ വേദഭാഗത്ത് പറയുന്നു. കാരണം യേശുവിനെ കൂടുതൽ സ്നേഹിച്ചിരുന്ന, അല്ലെങ്കിൽ യേശു കൂടുതൽ സ്നേഹിച്ചിരുന്ന ശിഷ്യന് ഓടുക എന്നുള്ളത് അതിൻ്റെ ഒരു സാങ്കത്യമുണ്ട്. പ്രതീകാത്മകമായി കൂടുതൽ സ്നേഹിക്കുന്നവൻ ആ കൂടുതൽ തീഷ്ണതയോടെ വേഗത്തിൽ യേശുവിൻ്റെ കല്ലറയിലേക്ക് ഓടി എന്ന് നാം മനസ്സിലാക്കിയാൽ മതി. പക്ഷേ അദ്ദേഹം അവിടെ ചെന്നിട്ട് ആ കല്ലറയിൽ പ്രവേശിക്കുന്നില്ല. പത്രോസ് വരുന്നത് വരെ അവിടെ കാത്തു നിൽക്കുന്നു. ഇതിന്റെ കാരണം രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. ഒന്നാമതായി, യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പാരമ്പര്യത്തിൽ യോഹന്നാനാണ്. അദ്ദേഹം പുരോഹിത ഗണത്തിൽപ്പെട്ടയാളായതുകൊണ്ട് മൃതശരീരമുള്ള കല്ലറയിൽ പ്രവേശിച്ചാൽ അദ്ദേഹത്തിന് അന്ന് ബലിയർപ്പിക്കുവാൻ സാധിക്കുകയില്ല. അദ്ദേഹം അശുദ്ധനായി മാറും യഹൂദ നിയമം അനുസരിച്ച്. അതുകൊണ്ട് അദ്ദേഹം അവിടെ കാത്തുനിന്നു എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. രണ്ടാമത്തെ വ്യാഖ്യാനം, അന്നത്തെ ആദിമസഭയുടെ പാരമ്പര്യം അനുസരിച്ച് പത്രോസിന്റെ പരമാധികാരവും പത്രോസിന്റെ നേതൃത്വവും ഒക്കെ അംഗീകരിക്കുന്ന പാരമ്പര്യത്തിൽ പത്രോസ് തന്നെ ഈ കല്ലറയിൽ ആദ്യം കടക്കണം. അദ്ദേഹത്തോടുള്ള ബഹുമാന പുരസ്സരം അദ്ദേഹത്തിന് വേണ്ടി ഈ ശിഷ്യൻ കാത്തുനിന്നു എന്നുള്ളതാണ്. ഇപ്രകാരം നാം ഈ രണ്ടുപേരും കല്ലറയിൽ എത്തുമ്പോൾ പത്രോസ് കല്ലറയിൽ ഇറങ്ങി. യേശുവിൻ്റെ ശരീരം അവിടെ കാണുന്നില്ല. യേശുവിൻ്റെ ശരീരം പൊതിഞ്ഞിരുന്ന തുണി അവിടെ വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു, കിടക്കുന്നതായിട്ട് കണ്ടു. ആ കച്ച അവിടെ കിടക്കുന്നതായിട്ട് കണ്ടു. തലയിൽ കെട്ടിയിരുന്ന തുവാല ചുരുട്ടി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇപ്രകാരം യേശുവിൻ്റെ ശരീരമില്ലാതെ ആ കച്ച മാത്രം അവിടെ അവശേഷിക്കുമ്പോൾ അത് മറ്റുള്ളവർ കട്ടുകൊണ്ടുപോയി എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം അത് ആരെങ്കിലും എടുത്തു മാറ്റുകയോ അവിടെ നിന്നും അത് കട്ടുകൊണ്ടുപോവുകയോ ചെയ്യുകയാണ് എങ്കിൽ ഇപ്രകാരം യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണി ചുരുട്ടി വയ്ക്കുകയും അവിടെ മാറ്റിവെക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. അതുതന്നെ കർത്താവിൻ്റെ ശരീരം മറ്റുള്ളവർ എടുത്തു മാറ്റിയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അവർ രണ്ടുപേരും കല്ലറയിൽ പ്രവേശിച്ചു എന്ന് പറയുന്നു. പത്രോസിന്റെ പിന്നാലെ മുമ്പേ ഓടിയെത്തിയ ശിഷ്യനും കല്ലറയിൽ കടന്നു. അവർ അകത്ത് കടന്നു, കണ്ടു, വിശ്വസിച്ചു എന്ന് സുവിശേഷകൻ തൻ്റെ 8-ാം വാക്യത്തിൽ 20-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ വിശ്വസിച്ചത്
കർത്താവിന്റെ ഉയർപ്പിലാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന വാക്യമാണ് തുടർന്ന് വരിക. അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. യേശു മരിച്ച് മൂന്നാം ദിവസം ഉയർക്കുമെന്നുള്ള തിരുവെഴുത്തുകളുണ്ട്. ആ തിരുവെഴുത്ത് അതുവരെ അവർ മനസ്സിലാക്കിയില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അവർ മനസ്സിലാക്കി എന്നർത്ഥമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം കർത്താവിന്റെ ഉയർപ്പിലുള്ള വിശ്വാസമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കർത്താവിനെ പിൻചെല്ലുന്ന ആദ്യ ശിഷ്യന്മാരുണ്ട്. അവർ യേശുവിന് പിന്നാലെ ചെന്നപ്പോൾ തിരിഞ്ഞു നോക്കി യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ഗുരു, നീ എവിടെ വസിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. വന്ന് കാണുക. ആദ്യ ശിഷ്യന്മാരെ യേശു വിളിക്കുന്നത് കം ആൻഡ് സീ, വന്ന് കാണുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ശിഷ്യന്മാരാകട്ടെ കർത്താവിന്റെ കല്ലറയിൽ ചെന്നു കണ്ടു, വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ശിഷ്യത്വത്തിലേക്കുള്ള വിളി വിശ്വാസത്തിലേക്കുള്ള ഒരു വിളിയാണ് എങ്കിൽ ഉദ്ധിതനായ യേശുവിന്റെ ഉദ്ധാനത്തിലുള്ള ഒരു വിശ്വാസമായിട്ടും അവിടേക്കുള്ള ഒരു കടന്നുചെല്ലലായിട്ടും നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവരുടെ വിശ്വാസം, അപ്പസ്തോലന്മാരുടെ വിശ്വാസം കർത്താവിന്റെ ഉദ്ധാനത്തിലുള്ള ആദ്യത്തെ വിശ്വാസമായി മാറി. സഭയുടെ വിശ്വാസത്തിൽ അപ്പസ്തോലന്മാരുടെ വിശ്വാസം മറ്റുള്ളവരുടെ വിശ്വാസത്തിന്റെ മുന്നോടിയായിരിക്കണം എന്നുള്ള ചിന്തയുണ്ട്. അങ്ങനെ അപ്പസ്തോലന്മാരുടെ വിശ്വാസം സഭയുടെ വിശ്വാസത്തിന് അടിസ്ഥാനമാണ്. മറിയം മഗ്ദലന കർത്താവിന്റെ ഉദ്ധാനത്തിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ 4-ാം സുവിശേഷകന്റെ അവതരണം അനുസരിച്ച് ഈ അപ്പസ്തോലന്മാര് വിശ്വസിച്ചതിന് ശേഷം അവൾക്ക് യേശു പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് അത് ഉറപ്പാക്കുന്നത്. അവൾ യേശുവിനെ ഒരു തോട്ടക്കാരനായിട്ടാണ് അവിടെ കാണുക. പക്ഷെ യേശു താൻ ഉദ്ധിതനായ ക്രിസ്തുവാണെന്ന് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു പ്രത്യക്ഷീകരണം നമ്മൾ തുടർന്ന് വരുന്ന ഭാഗത്ത് കാണുന്നുണ്ട്. ഈ ശിഷ്യന്മാര് ഇപ്രകാരം വിശ്വസിച്ച് തിരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വേദഭാഗം അവസാനിക്കുക. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഉദ്ധാനം ചെയ്ത യേശുവിനെ ദർശിക്കുക എന്നുള്ളത് നഗ്നനയനങ്ങൾക്ക് സാധ്യമല്ല. കാരണം ഉദ്ധാനം എന്നുള്ളത് പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരു വിഷയമല്ല. പഞ്ചേന്ദ്രിയങ്ങൾ സാധൂകരിക്കുന്ന വിഷയമല്ല ഉദ്ധാനം. മറിച്ച് അത് വിശ്വാസത്തിന്റെ വിഷയമാണ്. മനുഷ്യന്റെ നഗ്നനയനങ്ങൾ കൊണ്ട് കർത്താവ് ഉയർത്തു എന്ന് മനസ്സിലാകുകയില്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് കർത്താവ് അവനെ ഒരു തോട്ടക്കാരനായി കാണുന്ന മഗ്ദലന മറിയം. കർത്താവ് ഉയർത്തുവെങ്കിലും അവൾ അവനെ കാണുന്നത് ആദ്യം ഒരു തോട്ടക്കാരനായിട്ടാണ്. രണ്ടാമത് ഒരു സംഭവം മത്സ്യബന്ധനത്തിന്റെ സമയത്ത്, കർത്താവിന്റെ ഉദ്ധാനത്തിന് ശേഷമുള്ള മത്സ്യബന്ധനത്തിന്റെ സമയത്ത് യേശു കടന്നു വരുമ്പോൾ, പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന നയനങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ യേശുവിനെ അവർ കാണുന്നത് ഒരു ഭൂതമായിട്ടാണ്. മൂന്നാമത് എമാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ യാത്ര ചെയ്ത യേശുവിനെ ഒരു സഹയാത്രികനായിട്ടാണ് അവർ കാണുക. പക്ഷെ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ യേശുവുമായുള്ള സംഭാഷണത്തിന് ശേഷം, യേശുവിന്റെ ഇടപെടലിന് ശേഷം അവർക്ക് മനസ്സിലാവുന്നത് യേശു ഉദ്ധാനം ചെയ്തുവെന്നാണ്. ഒരു സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക്, പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് മാറുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഈ വേദഭാഗങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒരു വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. അവിടെ നിന്ന് ഉദ്ധാനം ചെയ്തതിനു ശേഷം പ്രത്യക്ഷപ്പെടുന്ന സമയങ്ങളിലെല്ലാം തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. സമാധാനം നഷ്ടപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിൽ യേശുവിന്റെ ഉദ്ധാനം പ്രദാനം ചെയ്തത് സമാധാനമാണ്. ഉയർപ്പിന്റെ വലിയ സന്ദേശം സമാധാനത്തിന്റെ സന്ദേശമാണ്. കർത്താവിന്റെ മരണം വഴി, കുരിശുമരണം വഴി ആ സമൂഹത്തിൽ നഷ്ടപ്പെട്ടിരുന്ന സമാധാനം ഉയർപ്പ് വഴിയായിട്ട് വീണ്ടെടുക്കുകയാണ്. ലോകം തരുന്നൊരു സമാധാനമല്ലത്, ആത്മീയമായൊരു സമാധാനമാണ്. അതുകൊണ്ടാണ് കർത്താവ് ഉദ്ധാനം ചെയ്തതിന് ശേഷം
പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത്. അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ, ലോകം തരുന്നൊരു സമാധാനമല്ല, ലോകം തരുന്ന സമാധാനത്തിന്റെ പുറകെ ഓടുന്ന ആധുനിക ലോകത്തിന് മുമ്പിൽ ഉദ്ധിതനായ യേശു കൊടുക്കുന്ന ശാശ്വതമായ സമാധാനം അർത്ഥവത്താണ്. ഇവിടെ ഉയർപ്പ് തിരുനാളിൽ നാം ഇന്ന് പങ്കുചേരുമ്പോൾ കഥാവായ യേശുവിന്റെ ശൂന്യമായ കല്ലറയും യേശുവിന്റെ ആവർത്തിച്ചുള്ള പ്രത്യക്ഷപ്പെടലുകളും യേശു ഉദ്ധാനം ചെയ്തു എന്നുള്ള വലിയ രഹസ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. നമുക്ക് വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമായി മാറാം. നമ്മുടെ നഗ്നനയനങ്ങൾ കൊണ്ടോ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സിലാക്കുന്ന ഒരു രഹസ്യമായിട്ടല്ല, മറിച്ച് ദൈവം തരുന്നത് വിശ്വാസമെന്ന ആ വലിയ ദാനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ ഉദ്ധാനത്തെ സമീപിക്കുന്നതിന്, ഈ ഉദ്ധാന രഹസ്യത്തിൽ വിശ്വസിച്ച ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നതിന്, ആ വിശ്വാസത്തിന്റെ വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് നമുക്ക് സാധിക്കണം. യേശു ഉയർത്തു എന്നുള്ളത് നമ്മുടെ ഉയർപ്പിന്റെ വലിയ ഒരു അക്ഷാരമാണ്, ഉറപ്പാണ്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തത് കൊണ്ടാണ് നാം ഏവരും മരിച്ചാലും ഉയർക്കും എന്നുള്ള വിശ്വാസത്തിലേക്ക് സഭ നമ്മെ ഉയർത്തുന്നത്, പഠിപ്പിക്കുന്നത്. യേശുവിന്റെ ഉദ്ധാനം എല്ലാ വിശ്വാസികളുടെയും ഉദ്ധാനത്തിന് നിദാനമാണല്ലോ. ഈ ഉദ്ധാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തീയ കൂട്ടായ്മയിൽ കർത്താവിന്റെ പുനരുദ്ധാനം നമ്മുടെ പുനരുദ്ധാനത്തിന് നന്ദിയായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ഈ തിരുനാൾ നമ്മെ ശക്തീകരിക്കട്ടെ. ഈ തിരുനാൾ നമുക്ക് പ്രത്യാശയുടെ വലിയ ചിന്തകൾ നൽകട്ടെ. സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് അവിടുത്തെ ഉദ്ധാനം വഴി സ്വീകരിക്കാം. ഈ വർഷത്തെ കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ എല്ലാ മംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. കർത്താവായ യേശുവിന്റെ ശാന്തിയും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും നമ്മുടെ സഭാകൂട്ടായ്മയിലും ഈ ലോകം മുഴുവനിലും ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ ദൈവനാമത്തിൽ എൻ്റെ ചിന്തകൾ, വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.